നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ വമ്പൻ തോൽവി വിശദീകരിക്കാനും വിലയിരുത്താനും കഴിയാതെ കുഴയുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ച് ഒന്നും പറയാതെയാണ് CPM പോളിറ്റ് ബ്യൂറോ യോഗം അവസാനിച്ചത്. എന്തുകൊണ്ട് തോറ്റു എന്ന വിലയിരുത്തലുകൾ പൊതുവെ ഇപ്പോൾ CPM നടത്തുന്നില്ല. മാത്രമല്ല, ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടത് മാത്രമാണ് അവർ കാരണമായി കണ്ടെത്തുന്നത്. ഭരണവിരുദ്ധ വികാരം ഈ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ലെന്നും പിണറായി വിരുദ്ധ വികാരം തീരെയില്ലെന്നുമാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. CPMന് പിന്നാലെ വലിയ പ്രതിസന്ധിയിലാവുകയാണ് തൊട്ടടുത്ത പാർട്ടിയായ CPI. തോൽവി വിലയിരുത്താനായി കഴിഞ്ഞ ദിവസം CPI ദേശീയ കൗൺസിൽ യോഗം വിളിച്ചിരുന്നു. എന്നാൽ ആ കൗൺസിൽ യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള 8 നേതാക്കൾ പങ്കെടുത്തില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് നിന്നും CPI ദേശീയ കൗൺസിലിൽ 12 അംഗങ്ങളാണുള്ളത്. ഇതിൽ 8 പേരും ഇന്നലെ പങ്കെടുത്തില്ല. ആകെ പങ്കെടുത്തത് 4 പേർ മാത്രമാണ്. കേരളത്തിലെ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പോലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. മുതിർന്ന നേതാക്കന്മാരെല്ലാം ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. കനത്ത പരാജയമാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഉണ്ടായത്. ഈ പരാജയം കൃത്യമായി വിലയിരുത്തുമെന്നും പരാജയത്തിൻ്റെ കാരണങ്ങൾ പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തുമെന്നുമാണ് CPI നേരത്തെ പറഞ്ഞിരുന്നത്. സഖാക്കൾക്ക് പറയാനുള്ളത് തുറന്നു പറയാനുള്ള അവസരം ഒരുക്കുമെന്നും അത് പാർട്ടിയുടെ കീഴ്വഴക്കമാണെന്നും CPI ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഇതെല്ലാം വെറും വാക്കുകൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ മാത്രമായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. തോൽവിയെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ വിശദീകരണം പോലും കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കാൻ CPI സംസ്ഥാന നേതൃത്വം ഭയപ്പെടുന്നുവോ എന്നാണ് പലരും ഇക്കാര്യത്തിൽ ചോദിക്കുന്നത്. അതായത് കനത്ത പരാജയം വിലയിരുത്താനോ വിശദീകരിക്കാനോ CPMനെ പോലെ CPIക്കും സാധിക്കുന്നില്ല. മന്ത്രിസഭയിൽ CPI മന്ത്രിമാരും ഉണ്ടായിരുന്നു. പിണറായി വിരുദ്ധ വികാരം മാത്രമല്ല, ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പൊതുവെ അത് UDFന് അനുകൂല വോട്ടായി മാറുകയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിലേക്ക് UDF വളർന്നിരുന്നു. മാത്രമല്ല, LDFൻ്റെ സീറ്റുകൾ 35 സീറ്റുകളിലേക്ക് ഒതുങ്ങുകയും BJP 3 സീറ്റുകൾ നേടുകയും ചെയ്തു. BJPയിലേക്ക് വോട്ടുകൾ പോയി എന്നും കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ BJPയിലേക്ക് ചോർന്നു പോയി എന്നുമൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ CPM തള്ളുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് CPI ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ കേരള നേതാക്കൾ എത്താതിരുന്നത് വാർത്തയാകുന്നത്. ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ഈ പാർട്ടി തിരുത്തലുകൾ വരുത്തുന്നത് എന്നാണ് അണികൾ ചോദിക്കുന്നത്. വമ്പൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അണികളോട് പോലും കാരണം വിശദീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷത്തെ സംസ്ഥാന ഭരണം സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന വിലയിരുത്തലാണ് പൊതുവെ വരുന്നത്. വലിയ വലിയ വിവാദങ്ങൾ പാർട്ടി സൃഷ്ടിച്ചു. മാത്രമല്ല, ധാർഷ്ട്യം നിറഞ്ഞ സമീപനത്തിലൂടെ ജനങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ മന്ത്രിസഭ ശ്രമിച്ചില്ല. നേരത്തെ പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ തുടർഭരണം നേടിയ LDFന് ഇത്തവണ പിടിച്ചു കയറാൻ ഒരു പിടിവള്ളി പോലും ഇല്ലാതായി. കോടിക്കണക്കിന് രൂപയുടെ PR വർക്ക് നടത്തിയിട്ടും ഇക്കാര്യത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിച്ചില്ല എന്നതാണ് വസ്തുത. മന്ത്രിമാരെല്ലാം കൂട്ടത്തോടെ തോറ്റു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ധർമ്മടം എന്ന ചുവപ്പ് കോട്ടയിൽ പല റൗണ്ടുകൾ പിന്നിലായി പോയി. ഇങ്ങനെ LDFനെ വിറപ്പിച്ചുകൊണ്ടാണ് UDF ആധികാരികമായി വിജയിച്ചു വന്നത്. നേരത്തെ LDFും UDFും ഒപ്പത്തിനൊപ്പം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത്. ചിലപ്പോൾ LDFനും ഭരണസാധ്യത അല്ലെങ്കിൽ ഭരണത്തിലെത്താനുള്ള സാധ്യതയുണ്ട് എന്ന എക്സിറ്റ് പോളുകളും അതുപോലെ തന്നെ അഭിപ്രായ സർവേകളും വിലയിരുത്തിയിരുന്നു. അതിനെ തൊട്ടു പിന്നാലെ എത്തിയ അന്തിമ അല്ലെങ്കിൽ വോട്ടെണ്ണൽ ഫലത്തിൽ ഇടതുമുന്നണി തകർന്നടിയുകയായിരുന്നു. VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെട്ടിരുന്നത് പോലെ 100-ലധികം സീറ്റുകളോടുകൂടി UDF അധികാരത്തിൽ വരികയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധാർഷ്ട്യമാണ് ഈ പരാജയത്തിന് പിന്നിലെന്ന് വിലയിരുത്തുന്നവരുണ്ട്. പാർട്ടിയിൽ നിന്നും വിട്ടുപോയി ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കെതിരെ മത്സരിച്ച വിമതന്മാരുടെ തലയ്ക്ക് ഈ തോൽവിയെ കെട്ടിവെക്കാൻ CPM ശ്രമം നടത്തുകയാണ്. വിമതന്മാർ ആസൂത്രിതമായിട്ടാണ്
പാർട്ടിക്കെതിരെ നീങ്ങിയതെന്നും അവരുടെ മത്സരത്തിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടായിരുന്നുവെന്നും പാർട്ടി വിലയിരുത്തുന്നു. ജി സുധാകരനെ പോലെയുള്ളവർ, പാർട്ടിയിലെ അഴിമതി തുറന്നു പറഞ്ഞ് മത്സരിച്ച പാർട്ടിയിൽ നിന്നും പിണങ്ങിപ്പോയ വി കുഞ്ഞികൃഷ്ണനെ പോലെയുള്ളവർ, പാർട്ടിയിലെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് MV ഗോവിന്ദനെതിരെ നിലപാടെടുത്തുകൊണ്ട് രംഗത്തു വന്ന TK ഗോവിന്ദൻ മാസ്റ്റർ, ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ ഒരു കാരണവശാലും വിജയിക്കരുത് എന്ന് അണികൾക്ക് നേരത്തെ തന്നെ CPM നിർദ്ദേശം നൽകിയിരുന്നതാണ്. കേരളം പിടിച്ചില്ലെങ്കിലും കേരള ഭരണം നഷ്ടപ്പെട്ടാലും ഈ 3 പേർ വിജയിക്കരുത് എന്ന് പാർട്ടി നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ പാർട്ടിയുടെ തീരുമാനം നടപ്പിലായില്ല. അവിടെ ജനങ്ങളുടെ തീരുമാനമാണ് നടപ്പിലായത്. ഭരണവിരുദ്ധ വികാരം ഈ പറയുന്ന വിമതന്മാരുടെ വിജയത്തിന് വലിയ പങ്ക് വഹിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നും വലതുപക്ഷ പാർട്ടികളുമായി ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തിയാണ് പാർട്ടിക്കെതിരെ ഈ വിമതന്മാർ മത്സരിച്ചതെന്നുമാണ് ഇപ്പോൾ പാർട്ടി വിലയിരുത്തുന്നത്. മാത്രമല്ല CPI പോലെയുള്ള പാർട്ടികൾ തോൽവി വിലയിരുത്തുന്നതിൽ നിന്നും അതുപോലെ തോൽവി വിശദീകരിക്കുന്നതിൽ നിന്നും ഒളിച്ചോടുകയുമാണ്. തിരുത്തലുകളും വിലയിരുത്തലുകളുമൊന്നും ഇനി നടത്തേണ്ടതില്ല എന്നാണോ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അണികൾ ചോദിക്കുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 8ാം ദിവസമാകുമ്പോഴും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാതെ പാടുപെടുകയാണ് UDF. 3 നേതാക്കന്മാർ ഒരേപോലെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നതാണ് ഈ മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിന് കീറാമുട്ടിയാകുന്നത്. കഴിഞ്ഞ ദിവസം നിർണായകമായ ചർച്ചകൾ ദില്ലിയിൽ നടന്നിരുന്നു. ഇനി ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നാണ് നേതാക്കന്മാരുടെ അഭിപ്രായം. ഹൈക്കമാൻഡ് ഘടകകക്ഷികളുമായി ആലോചിച്ച ശേഷം ഒരു തീരുമാനം പറയും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇന്നും ആ പ്രഖ്യാപനം ഉണ്ടാകില്ല എന്ന സൂചനകൾ വരുന്നുണ്ട്. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ദില്ലിയിലില്ല. അദ്ദേഹത്തിൻ്റെ പല പരിപാടികളുമായി ബംഗളൂരുവിലാണ്. അദ്ദേഹം ദില്ലിയിൽ തിരിച്ചെത്തിയതിന് ശേഷം മാത്രമേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം വരൂ എന്നാണ് സൂചന. തോൽവിയും വിജയവും ഇപ്പോഴും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒപ്പം തിരഞ്ഞെടുപ്പ് നടന്ന ബംഗാളിലും ആസാമിലും പുതുച്ചേരിയിലും തമിഴ്നാട്ടിലുമെല്ലാം സർക്കാർ രൂപീകരിച്ച് മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടും കേരളത്തിൽ വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുകയാണ്.